ഹലോ ഡിയേഴ്സ്, അങ്ങനെ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്നേക്കുവാണ് കേട്ടോ. കുറച്ച് ഓർഡേഴ്സുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നമ്മളിത് ആദ്യമേ തന്നെ ഒരു ടോൾ കേക്ക് നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടൈം കിട്ടിയപ്പോൾ അത് അങ്ങോട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോഴും നിങ്ങൾ ആ ഒരു നീറ്റ് സൈഡല്ലേ കാണുന്നത്. ഇതിപ്പോൾ എന്താ പറയുക, എൻ്റെ ബേക്കിംഗ് റൂം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ടോട്ടൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം സ്പഞ്ചൊക്കെ ലെയർ കട്ട് ചെയ്ത് പിന്നെ ഫ്രോസ്റ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ് കേട്ടോ. ഒരു ഓവർനൈറ്റ് നമുക്ക് ടൈം കിട്ടുന്നുണ്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസമാണ് നമുക്കെല്ലാം കൊടുക്കാനുള്ളത്. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടിട്ട് നമ്മൾ വളരെ സാവധാനം എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ എത്ര നേരത്തെ കേക്ക് ചെയ്താലും ഫിനിഷിങ് ചെയ്യുന്നത് ആ ഒരു ഡെലിവറി ഡേറ്റിൽ തന്നെ ആയിരിക്കും കേട്ടോ. ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമെങ്കിലും നമ്മളുടെ ആ ഒരു ഫ്രിഡ്ജിൻ്റെ തണുപ്പും പിന്നെ ആ ഒരു ഫൈനൽ കോട്ടിങ്ങിൻ്റെ ആ ഒരു തിന്നായിട്ടുള്ള ലെയറിൻ്റെ കാര്യങ്ങളൊക്കെ കാരണം നമ്മളുടെ കേക്കിന് ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡെലിവറി ഡേറ്റിൽ മാത്രമേ നമ്മളുടെ ഫൈനൽ ഫിനിഷിങ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ശേഖരണ പെട്ടി. ഇതിൽ നിന്നാണ് നമ്മളിങ്ങനെ ഓരോ സ്പ്രിങ്കിൾസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ചെയ്തേക്കുന്നത് 2 kg നിയോപോളിറ്റൻ കേക്കായിരുന്നേ. അതപ്പോൾ 2 കേക്ക് ഒരുമിച്ച് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ അവർ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആനിവേഴ്സറി കേക്കായിരുന്നു. ഇതും അവർക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം റെഡിയാക്കി നമ്മളുടെ ബോട്ടം പോർഷനിലെ കേക്ക് എടുത്തപ്പോഴാണ് കേട്ടോ മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. ബോട്ടം പോർഷനിൽ ഒരു വലിയ ക്രാക്ക് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്ക് നട്ടി ബബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സിറപ്പൊക്കെ കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ക്രീം അവിടെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് പതിയെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. നല്ല സെറ്റായിരിക്കുന്ന കേക്കല്ല, അപ്പം നമുക്ക് അധികം ഇതിൽ കിടന്ന് പണിയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഒരു 6 സെറ്റ് ഡവൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം 2 ടയറും കൂടിയല്ലേ, 3 kg ആണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴേക്ക് ഇടിഞ്ഞു പോകരുതല്ലോ. അതുകൊണ്ട് നമ്മളൊരു 6 ഡവൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബോട്ടം പോർഷൻ വെച്ച് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്താൽ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഞാൻ പോലും ഇപ്പോൾ തന്നെ ഇൻസ്റ്റയിൽ എന്തോരം ഫെയിൽസാണ് കേട്ടോ കാണുന്നത്. ഈ ടയർ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇത് ഭയങ്കര ഈസി മെത്തേഡല്ലേ. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഒരുപാട് ഹാർട്ട്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കസ്റ്റമൈസ് ഡിസൈൻ ആയത് അങ്ങനെ ഭയങ്കര എളുപ്പമാണ്. കുറേ കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അവർ തന്ന ആ ഒരു ഡിസൈനിലെ പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഫ്രണ്ടിലൊരു പ്രിൻ്റ് ഉണ്ടായിരുന്നു, നോൺ എഡിബിൾ പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പ്രിൻറ്റും ഹാർട്ട്സും എല്ലാം ഒത്ത് കിട്ടി. പിന്നെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിലിങ്ങനെ ജിപ്സം ഫ്ലവേഴ്സ് ഫുള്ളിങ്ങനെ ഇരിക്കുന്ന രീതിയിലായിരുന്നു. ഞാൻ കൂടുതലും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മൾ കേക്കിന് എപ്പോഴും വയ്ക്കുന്നത്. ഫ്രഷ് അങ്ങനെ വയ്ക്കാറേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബഞ്ച് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫില്ലിങ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാനിങ്ങനെ ആ ഒരു ജിപ്സം ഫ്ലവർ പോലെയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് 2 കേക്കും ഡെലിവറി ചെയ്യാം. ഞാൻ പോകുന്നില്ല, കാരണം അത്യാവശ്യം കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ്. ഞാൻ ഇപ്പോൾ ഈ ടൈം തന്നെ ഒരു 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദറും ഹസ്ബൻഡും കൂടി ഡെലിവറി ചെയ്യും കേട്ടോ. 2 വീലറിനാണ് ഡെലിവറി ചെയ്യുന്നത്. നമ്മളുടെ 2 kg കേക്ക്, ഈ കേക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ വയ്ക്കും. 3 kg കേക്ക് കയ്യിലും പിടിച്ചിട്ട് അവർ ഡെലിവറി ചെയ്യും. അപ്പോൾ അവർ ഡെലിവറി ചെയ്യാൻ പോയിട്ടും വരുമ്പോഴേക്കും ഞാൻ അടുത്ത കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടാകണം. പക്ഷേ അത് ഭയങ്കര എളുപ്പമുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അവർക്ക് ജസ്റ്റ് ഒരു ക്രോസും കുറച്ച് ഇതും മതിയായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോഴേക്കും ഞാൻ അടുത്തതും എടുത്ത് കൊടുത്തു. അങ്ങനെ അവരത് ഡെലിവറി ചെയ്യാൻ പോയി. അടുത്തത് കൊടുത്തിട്ട് വരുന്ന സമയത്ത് ഞാൻ അടുത്തത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാകണം. അങ്ങനെ ഒരു എന്താ പറയുക, ഫുൾ പ്ലാനിങ്ങിലായിരിക്കും കേട്ടോ നമ്മളിങ്ങനെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ. കാരണം 11 മണി മുതൽ 12 വരെയുള്ള സമയത്ത് നമുക്ക് ഈ കേക്ക് എല്ലാം 12 മണി വരെയുള്ള സമയത്ത് നമുക്ക് ആ ഒരു 3 കേക്ക് ഡെലിവറി ചെയ്യണം. അത്യാവശ്യം ലോങ് ഉണ്ട്, ഒരുപാട് ലോങ് അല്ല, ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് എല്ലാം ഉള്ളത്. അപ്പോൾ ഇതൊരു വെഡ്ഡിങ് കേക്ക്, ഇതും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കേക്കും കൂടി കൊടുത്തു വിട്ടിട്ട് ഉച്ചയ്ക്കത്തെ ആ ഒരു തിരക്ക് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളവിടെ ചെന്നപ്പോഴേക്കും വണ്ടിയിൽ ഇരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ഹാർട്ട് മാത്രം പതുക്കെ ഒന്ന് താഴേക്ക് പോയി. ബാക്കി വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ നമ്മളുടെ കേക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡെലിവറി ചെയ്താൽ മാത്രം മതിയല്ലോ എന്ന്. അല്ല, അതിനിടയ്ക്ക് നമുക്ക് 1-2 കേക്കുകൾ വന്നായിരുന്നു. അപ്പോൾ ആ കേക്കൊക്കെ അതിനിടയിൽ നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. പെട്ടെന്ന് ചെയ്യണമായിരുന്നു, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് വേണ്ടതായിരുന്നു, ഒഴിവാക്കാൻ പറ്റത്തുമില്ല. റിലേറ്റീവ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ പെട്ടെന്ന്
പെട്ടെന്ന് റെഡിയാക്കി 2 കേക്കാണ് കേട്ടോ വന്നത്. ഒരു ഹാഫ് kg കേക്കും ഇതും വന്നു. ഹാഫ് kg കേക്ക് വൈകിട്ട് കൊടുത്താൽ മതിയായിരുന്നു, മറ്റേത് പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തു കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ടൊരു ചോക്ലേറ്റ് കേക്കായിരുന്നു. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റൊക്കെ അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് റെഡിയാക്കുവാണ്. ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. എന്നിട്ട് അവർക്ക് പുറത്ത് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മളുടെ ആ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു താഴെ ഇങ്ങനെ എന്താ പറയുക കുഞ്ഞ് കുഞ്ഞ് ചോക്ലേറ്റ് ഇങ്ങനെ വന്ന രീതിയിൽ അങ്ങനത്തെ ഒരു ഡിസൈൻ ആയിരുന്നേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് അങ്ങനെ റെഡിയാക്കുവാണ്. ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് കസ്റ്റമർ പറഞ്ഞത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ ടോപ്പിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് താഴെ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇങ്ങനെ വെക്കണം, ബാക്കി എൻ്റെ ഇഷ്ടം, അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് ഇങ്ങനെ സൈഡിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് ടോപ്പിൽ നമ്മളുടെ ആ ഒരു ഇഷ്ടത്തിന് ചെറിയൊരു കുഞ്ഞ് ഡിസൈനൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പേരെഴുതാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 2-3 കളേഴ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലൊരു കളേഴ്സ് എടുത്തിട്ട് ഞാനിങ്ങനെ കുറച്ച് ചോക്ലേറ്റ് അതിൻ്റെ സൈഡിൽ കൊടുത്തു, ഒരു സ്ട്രൈപ്സ് പോലെ കൊടുത്തു. പിന്നെ നെയിമും ചെയ്തിട്ട് ചോക്ലേറ്റ് ഡെക്കറേഷനാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് എന്നോട് എപ്പോഴും ചോദിക്കും ഈ പേരെഴുതുന്നതിൻ്റെ റെസിപ്പി എന്താണെന്ന്. ഒരു റെസിപ്പി ഇല്ല കേട്ടോ. നമ്മളുടെ നോർമൽ വിപ്പിംഗ് ക്രീം ചുമ്മാ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലൂസാവുമ്പോൾ എഴുതുന്നു, അത്രയേ ഉള്ളേ. നമ്മളിപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നതാണെങ്കിൽ പോലും നമ്മളുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് സ്റ്റിഫാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഉടച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ ഇതൊരു 1 kg വാഞ്ചോ കേക്ക് ആയിരുന്നു. ഇത് എന്താ പറയുക ഇതും കസ്റ്റമൈസ് തന്നെ ആയിരുന്നു. ഈ ഒരു ഫ്ലവേഴ്സും ആ കളറും എല്ലാം അവർ പറഞ്ഞു, നമ്മൾ അതുപോലെ തന്നെ റെഡിയാക്കി കൊടുത്തു കേട്ടോ. പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് ഒരു സ്ക്വയർ കേക്ക് ബട്ടർ സ്കോച്ച് ആയിരുന്നേ. ഇത് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഡിസൈനാണ് കേട്ടോ, സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ അതും കുറച്ച് ക്രീം വർക്കും കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് സിമ്പിൾ വർക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ഹാഫ് kg കേക്ക് കൂടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതും ഹാഫ് kg നമ്മൾ ഏകദേശം ഒരമ്മ പറ്റ മക്കളെ പോലെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ആ ഒരു വർക്ക് വരുന്നത്. ഇതും അടുത്ത കേക്കും കൂടി കഴിയുമ്പോഴേക്കും ആ ഒരു ദിവസത്തെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്, ഇനി റെഗുലറായിട്ട് ഞാൻ വീഡിയോ തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടി ലൈക്കും കമൻറ്റും മറക്കരുത് കേട്ടോ. പിന്നെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരു ഹൈപ്പ് എനിക്കും കൂടി തന്നേക്കണേ. അപ്പോൾ ലൈക്കും കമൻറ്റും മറക്കണ്ട കേട്ടോ. ഇനിയും കാണാവേ.